ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹിൽ പാലസ് കണ്ടിട്ട് പിന്നെ പോയ വീഡിയോസ് ഇട്ടിട്ടുണ്ടായില്ലല്ലേ. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഇട്ടിടാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹിൽ പാലസിൽ നിന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ട് മെട്രോൻ്റെ അടുക്ക് വീണ്ടും വന്നു. അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. ആകെ എന്താ പറയുക നടന്ന് കുഴങ്ങിയും ഹിൽ പാലസ് കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മെട്രോയിൽ കയറി. ഞാൻ പറഞ്ഞില്ല അന്ന് നമ്മളൊരു കാർഡ് എടുത്തു. അതുകൊണ്ട് നമുക്ക് പിന്നെ വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല കേട്ടോ. ഒറ്റ തവണ 125 റുപ്യക്ക് ഒരാൾക്ക് ടിക്കറ്റ് എടുത്താൽ 10 തവണ അയിമ പോവാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നമ്മളെ മെട്രോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മെട്രോയിൽ തിരക്കില്ല കേട്ടോ. നമുക്ക് ഹക്കിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയുന്നുണ്ട് അങ്ങോട്ട് പോകാൻ നേരത്തെ പിന്നെ ഭയങ്കര തിരക്കായിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോണത് മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചി അവിടെയൊക്കെ കാണാനാട്ടോ. അപ്പോൾ മഹാരാജ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. അവിടെ ഒരു കോളേജ് ഉണ്ടല്ലോ എറണാകുളത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കോളേജ് ആക്കാരം മഹാരാജാസ് കോളേജൊക്കെ. അവൻ പറയുന്ന ഇട്ടിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ അതിൽ ഇറങ്ങി നടന്നപ്പോൾ പിന്നെ അത് കണ്ടു കേട്ടോ. ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചിട്ടോ, ഈ സുഭാഷ് പാർക്ക് അവിടേക്കൊക്കെ മറൈൻ ഡ്രൈവ്ക്കൊക്കെ ഒരുപാട് നടക്കാണ്ടോ? ഇല്ലേ, കുറച്ചുള്ളൂ. ഇവിടെ നിന്ന് ഒരു ലേസുള്ളൂ പോകാൻ. വന്ന് ഞങ്ങൾ കുറച്ച് നടന്നിക്കണം കേട്ടോ. നടന്നുകാണ്ട് അവസാനം സുഭാഷ് പാർക്കിൻ്റെ അവിടെ എത്തി. പക്ഷെ ഞങ്ങൾ നടന്നുകാണ്ട് ആകെ അങ്ങോട്ട് കുഴങ്ങീന് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയൊക്കെ ഞങ്ങൾ ഓരോ ഐസ്ക്രീം തിന്നുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇതാണ് സുഭാഷ് പാർക്ക്. നമുക്ക് കുട്ടികളായിട്ടൊക്കെ വന്നാൽ കാണാൻ രസമുണ്ട്. പക്ഷെ ഞാൻ ഇവരോട് പറഞ്ഞാൽ നമുക്ക് അധികം സമയം അവിടെ നിൽക്കണ്ട. കാരണം പാർക്ക് നമ്മളെ നാട്ടിൽ കൂടിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ എന്തിനാ നമ്മളിവിടെ സമയം കളയണേ? കാരണം നമുക്ക് തന്നെ കുറച്ച് സമയമുള്ളൂ. രാവിലെ വന്നിട്ട് വൈകുന്നേരം ട്രെയിനിൽ തിരിച്ച് നമ്മളെ പെരീക്ക് തന്നെ പോണ രീതിയിലില്ലേ ആ ഒരു സമയമാണ് നമുക്കില്ലേ അല്ലേ. ഇവിടെ എല്ലാ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ 4 മണിക്കൊക്കെ വരാനും പോകാനും അങ്ങനെയൊക്കെ ഒരു രസമായിരിക്കും. കാരണം ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ടിക്കറ്റൊന്നും വേണ്ടല്ലോ. കുട്ടികൾക്കായാലും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ അപ്പുറത്താണെങ്കിലും നല്ല അടിപൊളി കായലും ഒക്കെ ആകുമ്പോൾ അങ്ങനെ രസമാണല്ലോ. അപ്പോൾ മോൾട്ടിക്ക് പിന്നെ പാർക്ക് എന്ന് പറഞ്ഞാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജിനു കളിച്ചാനൊന്നും നിന്നില്ല കേട്ടോ. ഒന്നാമത് നല്ല വെയിലാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ മോൾട്ടി പാർക്കിലൊക്കെ കയറി. പിന്നെ ഞങ്ങളിതാ ഇവിടേക്ക് എത്തിയും കേട്ടോ. ഇവിടേക്കല്ല മറൈൻ ഡ്രൈവ് വരാം. ഇവിടുന്നാണ് പിന്നെ ഞങ്ങൾ ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്തുനിന്ന് നടന്നങ്ങനെ പോയിട്ടാണ് പിന്നെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറിയത്. അപ്പം ഞാനിവിടെയൊക്കെ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഇങ്ങനെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ് എന്നൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കേട്ടിക്കണ് എന്നല്ലാതെ നേരിട്ട് നമ്മൾ ആദ്യമായിട്ടാണ്. എറണാകുളം വന്നിക്കണമെങ്കിലും അന്ന് നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കാണാനൊക്കെ ഭയങ്കര പൂതിയേനും. ഏതായാലും ആ ഒരു പൂതിയൊക്കെ കണ്ട് തീർന്ന് കിട്ടിയിരിക്കണ്. പിന്നെ ഞാൻ നമുക്ക് പോകാനുള്ളൊരു പേടി നമ്മളെ യാത്രയാണ്. ഞാൻ പറഞ്ഞില്ല വണ്ടിയിലൊക്കെ തിരക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രശ്നേനും. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു അടങ്ങാറും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. തിരിച്ച് പോണ സമയത്തായാലും ആ ഒരു ഇതുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എറണാകുളം ബോട്ട് ജെട്ടിയിൽ എത്തിക്കണ്. നമുക്ക് ബോട്ടിൽ കയറാനാണ്. ഇത് KSRTCൻ്റെ ബോട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിൽ നിന്നാണ് ഞങ്ങൾ പോയത്. ഒരാൾക്ക് ആകെ 24 റുപ്യ കേട്ടോ. 4 ആൾക്ക് 24 റുപ്യ. അതിപ്പോൾ 6 റുപ്യ അല്ലേ, ഒരാൾക്ക് 6 റുപ്യ. അങ്ങനെ 6ഉം 12ഉം 3 ആൾക്ക് 18, 24 റുപ്യ കേട്ടോ ആയത് ടിക്കറ്റിന്. അങ്ങോട്ട് ഞങ്ങൾ അവിടെ ഫോർട്ട് കൊച്ചി കേട്ടോ അവിടെ പോയി കണ്ടാട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇതിങ്ങനെ ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയില്ലെങ്കിലും എന്നാലും ഫുൾ ഓപ്പൺ അല്ലല്ലോ, നമുക്ക് കാണാം. കാരണം ഇതൊക്കെയാണല്ലോ ഒരു കാര്യമായിട്ട് വിനോദം. അതിലുപരി ഇതൊരു യാത്രക്കില്ല സൗകര്യമാണ്. ഇവിടുന്ന് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊരു ഇതാണ്. നമുക്കിതൊരു വരുമ്പോൾ അതിൽ കയറുന്നതും ഇതൊക്കെ നമുക്കൊരു രസമാണ്. നമ്മളെപ്പോഴും കാണാത്ത ആ ഒരു സംഭവം ആയതുകൊണ്ട് നമുക്കതൊരു രസമായിട്ട് തോന്നിട്ടോ. അപ്പോൾ ഇതിലാകുമ്പോൾ കുറച്ച് സമയം പോകാനുണ്ട് കേട്ടോ. ഇടയിൽ സ്റ്റോപ്പൊക്കെ ഉണ്ട് ആൾക്കാർക്ക് ഇറങ്ങാനും കയറാനൊക്കെ. അപ്പോൾ നമുക്ക് ബോട്ടിൽ പോകാമെന്നുള്ള ആ ഒരു ഇതിൽ കുറഞ്ഞ പൈസയേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മൾ ആ ഒരു പൂതിക്ക് കയറാനും പിന്നെ കുറച്ച് സമയം പോകാനൊക്കെ ഉണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തൊക്കെ പോയിക്കണമെന്ന് തോന്നുന്നു. കറക്റ്റ് ഞാൻ സമയം നോക്കിയതും ഇല്ല കേട്ടോ. പിന്നെ നല്ല വെയിലേനും പോണ സമയത്ത്. അതുകൊണ്ട് തന്നെ പിന്നെ ബോട്ടിലായതുകൊണ്ട് അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്യണില്ല. നമ്മൾ പുറത്തിറങ്ങിയിരുന്നപ്പോൾ ഒക്കെ നല്ല ചൂടേനും. അപ്പോൾ നമ്മൾ ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മളവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് കരുതിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് ജിനും മോൾട്ടിയൊക്കെ വിൻഡോൻ്റെ അടുത്താണ് ഇരുന്നിക്കാൻ, ജനലിൻ്റെ അടുത്ത്. അപ്പോൾ ഓൾക്ക് നല്ല രസമായിട്ട് രണ്ടാളും തിരക്കൂടിയനും ഞാനായിരിക്കണ് പറഞ്ഞാണ്ട്. ഏതായാലും പിന്നെ ഒരാൾ കുറച്ച് കഴിഞ്ഞിട്ട് നീച്ച അങ്ങോട്ട് കൊടുത്തു. എല്ലാവർക്കും അരുവിലിരിക്കാനൊരു രസമാണല്ലോ അല്ലേ, കാഴ്ചകൾ കണ്ടാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അവൾക്ക് വലിയ അതിർപ്പൊന്നും ഇല്ലട്ട്. ഇനി വേണമെങ്കിൽ ഉമ്മച്ചി ഇരുന്നോളി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഏതായാലും ഹക്കീക്ക് ഏതായാലും വീഡിയോ ഒക്കെ എടുത്തന്നു കേട്ടോ. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ.
നമുക്ക് ബോട്ടിൽ ഇങ്ങനെ കയറിയപ്പോൾ പലതും മനസ്സിൽ കൂടി ഓർമ്മയും വരണ്ട്. സത്യം പറഞ്ഞാൽ ബോട്ടിൽ കയറുക, വിമാനത്തിൽ കയറുക, അതൊക്കെ മനസ്സിക്ക് ഭയങ്കര പേടിയാട്ടോ. പിന്നെ ഇപ്പം നമ്മൾ അപകടം ആലോചിച്ചുകൊണ്ട് കയറാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അപകടം പഠിച്ചോ കരുതിക്കണമെങ്കിൽ എവിടെ ആയാലും അത് വരൂലേ. ആർക്കും അങ്ങനെ അപകടമൊന്നും വരാക്കട്ടെ. അന്ന് ആ തിരൂരോ താനൂരോ ഒക്കെ ആ ബോട്ട് അപകടമൊക്കെ മനസ്സിക്ക് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, അപകടം വരാൻ പറ്റിയാണ് നമ്മൾ റോട്ടിൽ കൂടെ നടന്നാലും ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചിട്ടില്ലെങ്കിലും തിരിച്ചിങ്ങോട്ട് വരുന്നൊരു വണ്ടി നമ്മളെ വന്ന് കുത്തിയാലും പോരെ. അപ്പം അങ്ങനെയൊന്നും ഇപ്പം നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെ മനസ്സിക്ക് സമാധാനം, ഞാൻ ഇങ്ങനത്തെ സമാധാനിപ്പിച്ച് കണ്ടാണ് വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ വണ്ടിയിൽ ഇരുന്ന സമയത്ത് പേടിയൊന്നും ഉണ്ടായില്ല. ഞാൻ നമ്മളെ പെരിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴേനും പേടി ഉണ്ടായിരുന്നത്. വണ്ടിയിൽ കയറിയപ്പോൾ അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടാവും, എന്താ ഇപ്പോൾ ഒരു ബോട്ട് കയറാൻ അപ്പം അത്ര പേടിയെന്ന്. കാരണം എപ്പോഴും കയറുന്ന ആളുകൾക്കും അതൊന്നും ചിലപ്പോൾ ഒരു പേടി തോന്നൂല. പക്ഷെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ പിന്നെ കയറിയിരിക്കുന്നത് ചങ്ങാടത്തിലാണ്. നമ്മളെ കോഴിക്കോട് നിന്ന് ബേപ്പൂരിൽ നിന്നുള്ള ചങ്ങാടത്തിൽ ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടോ. ഇവിടുന്നും രസമുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ആൾക്കാരോട് ഇവിടേക്ക് എന്താ പറയുക, അപ്പുറത്തേക്ക് നമുക്ക് തിരിച്ചു പോരാലോ, അവിടേക്ക് അധികം സമയമുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ലേ കുറച്ചുള്ളൂ പറഞ്ഞാണ്ട് അങ്ങനെ ഇവിടേക്കും നടന്ന് ഞങ്ങൾ കുറച്ച് അധികം നടക്കേണ്ടി വന്നു കേട്ടോ. അവിടെ വണ്ടി ഇറങ്ങിയാണ്ട് പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചാൻ കയറി. ബിരിയാണി ആയിട്ട് കഴിച്ചത്, സാധാ ചോറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബിരിയാണി ജിനുവിനൊക്കെ സാധാ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിമേ തന്നെ ഒപ്പിച്ചിട്ടോ. ഇവിടെ ബിരിയാണിക്ക് 140 റുപ്യ, ചിക്കൻ ബിരിയാണിക്ക് ഒരു ഫുള്ളിന്. ഞങ്ങൾ മൂന്ന് ഫുള്ള് ഒരു ഹാഫ് അങ്ങനെ ഇപ്പം എന്താ വാങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ചങ്ങാടത്തിനകത്തേക്കാണ്. ഇനി ചങ്ങാടത്തിൽ പോകണമല്ലോ അപ്പുറത്തേക്ക്. പിന്നെ എന്നിട്ട് അവിടുന്നുള്ളൂ പിന്നെ നമുക്ക് ഇനി ബോട്ട് കിട്ടും കേട്ടോ, നമ്മൾ വന്നോടത്തേക്ക് തന്നെ തിരിച്ചെത്താൻ. അപ്പം ഞങ്ങൾ ചങ്ങാടത്തിന് വെയിറ്റ് ചെയ്ത് കേട്ടോ. ചോറ് കഴിച്ചപ്പോൾ കുറേ ഒരു ആശ്വാസം. അതുവരെ അക്കിങ്കാണ്ട് ഏറിയും വരും കേട്ടോ. നടന്ന് വെയിലും കൊണ്ടിട്ട് ഇങ്ങോട്ട് കുഴങ്ങിക്കച്ചാണെങ്കിൽ ശ്വാസം മുട്ടണ പോലെയൊക്കെ ഒരു ഇടങ്ങേറ് കേട്ടോ. മരുന്നൊക്കെ കൊണ്ടേക്കണ്. പക്ഷെ എന്നാലും നമ്മൾ കുറേ അയക്കണ് ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും പിന്നെ അതൊക്കെ ശരിയായി. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുഴക്കൊന്നും മാറിയപ്പോൾ അപ്പോൾ നമുക്ക് പോകാല്ലേ ജങ്കാറ് വരുന്നുണ്ട് കേട്ടോ. ഈ ജങ്കാറാണെങ്കിൽ അതിലാറെ കുറച്ച് കട്ട പെരും വെയിലയിൽ കയറി വെക്കുമ്പോൾ ജങ്കാറിൽ പറഞ്ഞാൽ ആൾക്കാർ വണ്ടിയൊക്കെ കയറ്റുമല്ലോ, നിൽക്കാൻ സ്ഥലമില്ലാത്ത മാതിരി. അപ്പോൾ അതിൽ വരുന്ന അവസ്ഥ നോക്കുകയാണെങ്കിൽ വെച്ച് പേടിയായിട്ട് കണ്ടിട്ട് ഒരു കയറാണ് ഇപ്പോൾ അവിടെ തടവില്ലത്. പക്ഷെ നമ്മൾ കോഴിക്കോട് നിന്ന് കയറുമ്പോൾ ബേപ്പൂരിൽ നിന്ന് കയറുമ്പോൾ അത്രക്ക് പ്രയാസം തോന്നിയിട്ടില്ല കേട്ടോ. അതിൽ ഇത്രക്ക് അങ്ങോട്ട് വെയിലൊന്നും തട്ടലില്ല. അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കുറച്ചൊക്കെ ഒരു തണുപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുറഞ്ഞൊരു ഗ്യാപ്പേ ഉള്ളൂ തണുപ്പുള്ള സ്ഥലം. ബാക്കിയൊക്കെ കൊട്ടം മറിച്ചണ വെയിൽ കൊണ്ടുങ്ങാണ്ടാണ് നമ്മൾ അതിക്ക് കയറേണ്ടി വന്നത്. അപ്പോൾ വണ്ടി വന്നപ്പോൾ തന്നെ എല്ലാവരും കയറാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് ആ ഒരു ആൾക്കാരും ഒക്കെ ഇറങ്ങി വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് കയറണമെങ്കിൽ. ഇവിടെയും ടിക്കറ്റിന് വലിയ പൈസ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ എത്ര ആയത്, ആകെ 12 റുപ്യ അങ്ങനെ എത്ര ഓൾട്ടയിക്കുന്നത്. ഒരാൾക്ക് 3 റുപ്യ, 3 ആറും 12 റുപ്യ അങ്ങനെ തന്നെ ഉണ്ടായത്. 4 ആൾക്ക് 12 റുപ്യ ഇതിൽ നമുക്ക് പോകാനായത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ അതാ കുറേ ആൾക്കാർ ഇറങ്ങണുണ്ട്, വണ്ടി ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ആൾക്കാർ ഉള്ളിലേക്ക് തള്ളി കയറുന്നുണ്ട്. കാരണം സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അക്കിയൊക്കെ കയറിയൊരു സൈഡിലിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കും സീറ്റ് ഇട്ടിട്ട് ജീനും മോൾട്ടേക്ക് അവിടെ ഇരുന്നു. നല്ല വെയിലുണ്ട്, ഇരിക്കണ കമ്പി അതിലും വലിയ ചൂടിരിക്കണ്. അപ്പോൾ അതാ വണ്ടികൾ ഇങ്ങനെ കയറുന്നുണ്ട്, കാറും ഇതൊക്കെ. ഇതിങ്ങനെ കണ്ടപ്പോൾ ചെന്ത ഓർമ്മ എന്നോ, നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മളെ വണ്ടിയും കൂടി അതിൽ കയറ്റാൻ പറ്റിയാൽ ട്രെയിനിലെ ബോഗിയിലൊക്കെ നമ്മളെ ബൈക്കോ സ്കൂട്ടി അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ടൗണിലൊക്കെ പോയി ഇറങ്ങുകയാണെങ്കിൽ അവിടുത്തെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി ഇനി വരുന്ന കാലം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയി മാറും. ഇപ്പം തന്നെ ഉണ്ടല്ലോ എന്തെല്ലാം സെറ്റപ്പുകളാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ. അപ്പോൾ ഇതാ സ്കൂട്ടികളൊക്കെ നിങ്ങൾ ഒരു ജാഥ മാതിരിയാണ് കയറുന്നത്. ഫസ്റ്റ് വലിയ വണ്ടികളൊക്കെ കയറി കാറും അങ്ങനെയുള്ളതൊക്കെ, പിന്നെയാണ് 2 വീലർ കയറുന്നത്. അതൊരു ജാഥക്കില്ല ഉണ്ട് കേട്ടോ. ഇതും വന്ന് നിറഞ്ഞപ്പോൾ പിന്നെ നമുക്കൊന്നും നിൽക്കാൻ സ്ഥലമില്ലാത്ത മാതിരിയായി. നമ്മൾ ഇരിക്കണോടത്ത് കൂടി എടുത്തു കൂടിയൊക്കെ ഇങ്ങോട്ട് വന്നുങ്ങാണ്ട് ആകെ ഇങ്ങോട്ട് ഫുള്ളായിട്ടോ വണ്ടികളൊക്കെ. അങ്ങനെ നമ്മൾ പോകുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ തെരീന എന്താ പറയുക, എല്ലാവരും വീഡിയോസിൽ ഇങ്ങനെ കാണലുണ്ട്. പിന്നെ വെള്ളി നക്ഷത്രത്തിൽ ഒക്കെ ഉള്ള ഷൂട്ട് ചെയ്ത ആ ഒരു വീടുണ്ടല്ലോ, അതിങ്ങനെ ബോട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് അത് കാണും, പക്ഷേ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇതിത്തെ ബോട്ടിലത്തെ ഡ്രൈവറോട് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് ഇവിടെ അല്ല, ഒരു കണ്ടെയ്നർ കാണിച്ചു തന്നെ അതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. അപ്പോൾ അത് വേറെ ബോട്ടിൽ കയറിയാളുള്ളൂ ആ ഭാഗത്തേക്ക് പോകുകയാണ്. പിന്നെ അക്കീക്ക പറഞ്ഞു കേട്ടോ നമുക്ക് ഞാൻ ബോട്ടിൽ കയറുകയെന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം നമുക്കിപ്പോൾ ഒരു പൂതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയില്ലേ, ഇനിയിപ്പോൾ നമുക്ക് അതിലും കൂടിയും കയറണ്ടാന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചങ്ങാണ്ട് വീണ്ടും മറൈൻ ഡ്രൈവിക്ക് തന്നെ ബോട്ടിൽ കയറിയിട്ടോ.
അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഉറങ്ങൽ തുടങ്ങിയിരിക്കുന്നത് ഉച്ചക്കല്ലേ, ഒക്കെ ചോറൊക്കെ വെച്ച് മയങ്ങണ സമയമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ബോട്ടിൽ നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തിരിച്ചു പോന്നപ്പോൾ ബോട്ടിൽ ആൾ തന്നെ അല്ല കേട്ടോ. കേട്ടില്ല നിങ്ങൾ, ഞങ്ങളതിൻ്റെ ഉള്ളു പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ അരുവിൽ സീറ്റൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറി വേണം തന്നെ അല്ല, കാരണം ഓല് കുഴങ്ങിയിരിക്കണേ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ബോട്ടിൽ നിന്ന് ഇറങ്ങണത് ഒരു ബോട്ടിൽ നിന്ന് വേറൊരു ബോട്ടിക്ക്, എന്നിട്ട് ആ ബോട്ടിൽ നിന്നാണ് പിന്നെ അപ്പുറത്തേക്ക് ഇറങ്ങണത് കേട്ടോ. ഒരു ബോട്ട് മറ്റേ ബോട്ടിനോട് ഇങ്ങനെ ചേർന്ന് നിർത്തിയിക്കാണ് ഇറങ്ങാൻ. ഇച്ച് പേടിയിട്ടോ, കാരണം ഈ ബോട്ട് നിന്ന് ആടുക, ആ ബോട്ടും നിന്ന് വള്ളത്തിൽ നിന്ന് ആടുക, എന്നിട്ട് പിന്നെ ആ ബോട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് 2 സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, കണ്ടില്ലേ, ഈ ബോട്ടിൽ നിന്ന് ആ ബോട്ടിക്ക് അങ്ങനെ അടുപ്പിച്ച് അങ്ങോട്ട് നിർത്തിയിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് ഉണ്ട് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇച്ച് ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴയൊക്കെ കാണുന്ന ആ ഒരു ഹൗസ് ബോട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തേൽ കയറാനേനും പൂതിട്ടോ. പക്ഷെ നമ്മൾ കയറിയത് ഇങ്ങനത്തേലാണ്. അങ്ങനെ നമ്മൾ വീണ്ടും മെട്രോയിൽ കയറി നമ്മൾ ലുലു മാൾക്കാണ് കേട്ടോ പിന്നെ പോരുന്നത്. അപ്പോൾ ജിനുവിന് ഭയങ്കര ഇത് കേട്ടോ, നമുക്ക് ലുലു മാൾക്ക് പോകണം. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ലുലു മാളിൽ കയറിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല, കാരണം കണ്ടിങ്ങനെ പോരാന്നല്ലാതെ അതിന് സാധനം വാങ്ങണമെങ്കിൽ നമ്മളെ കൊണ്ട് കജ്ജൂല. പിന്നെ ഓലൊരു പുതിയല്ലേ എഴുതിയാണ്ട് നമ്മളങ്ങനെ ലുലു മാളും കൂടി കയറി പോരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ദാ ലുലു എൻട്രി നമ്മൾ എന്താ പറയുക ഇടപ്പള്ളി അവിടെ ഇറങ്ങിയത്. തിരിച്ച് മെട്രോ തന്നെ കയറിയിട്ടോ. നമ്മൾ ആ ഒരു സമയത്ത് മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മൾ മെട്രോൻ്റെ അവിടേക്ക് ഓട്ടോറിക്ഷയിൽ പോന്നിട്ടോ. 60 റുപ്യ 40 റുപ്യ ഓട്ടോറിക്ഷ ചാർജ് ഉണ്ട്. അതാണ് ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ട് നടന്നത്. പിന്നെ ഞങ്ങൾ മെട്രോയിൽ കയറി ഇവിടെ ഇടപ്പള്ളി വന്ന് ഇറങ്ങി, പിന്നെ ലുലു മാൾ കയറി. എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ലുലു മാൾ കണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി അവിടെ പോയി ഇറങ്ങി, പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ പെരേക്ക് ട്രെയിൻ 5:45 കേട്ടോ. അവിടുന്ന് നേരിട്ട് ട്രെയിൻ ഉണ്ട് നമ്മളെ തൂർക്ക്. പക്ഷെ തൂരത് സ്റ്റോപ്പില്ല, മുന്നെയാണ്. അത് 9:30 ആകുമ്പോൾ നമുക്ക് ഒരു 9:30 ആവും തോന്നുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ വാണിയമ്പലം അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ യാത്ര ഒന്നും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ കാണാനായാലും ഒക്കെ നമ്മൾ ആ ഒരു ദിവസം കൊണ്ട് കണ്ട് തീർക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഹിൽ പാലസ് കണ്ടു, മെട്രോയിൽ കയറി, പിന്നെ മറൈൻ ഡ്രൈവ് പോയി, ബോട്ടിൽ കയറി, ചങ്ങാടത്ത് കയറി, പിന്നെ ലുലു മാൾ കണ്ടു. ഇത്രയൊക്കെ തന്നെ അല്ലേ ഇപ്പം നമുക്ക് കാണാനില്ലൊരു സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ അത്രയും ആ ഒരു ഇതിൽ നമ്മൾ കണ്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് എറണാകുളം അവിടെ 6ാമത്തെ ഇതിൽ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതവിടെ നിർത്തിയിട്ട് 5:45 പോകുള്ളൂ. പക്ഷെ ഞങ്ങൾ വന്നത് ആ സമയം 4:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിക്കണം കേട്ടോ. 4:30 അല്ല, 5 മണിയാകാൻ 4:45 5 മണിയാകാൻ നേരത്താണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് അധികം ഓടേണ്ടി വന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിന്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ക്ഷീണമൊക്കെ ഉണ്ടാകുക അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ എറണാകുളം യാത്രകൾ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രെയിനിലൊക്കെ ഇരുട്ടയക്കണേ, എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങിയിരിക്കണം. അപ്പം ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.